എന്നും ഒരേ രുചിയിൽ കറികൾ കഴിച്ചാൽ നമുക്ക് തന്നെ ഓണസദ്യ ആയാലും എന്തൊരു സദ്യ ആയാലും ഒരു ത്രില്ലൊന്നും കാണൂലല്ലേ. ഇന്ന് വ്യത്യസ്തമായിട്ടൊരു തൊടുകറി ഉണ്ടാക്കിയാലോ. ഈ ഓണത്തിന് ഈ കറി എന്തായാലും ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ 1/4 കിലോ ഇഞ്ചിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ തോലൊക്കെ കളഞ്ഞ് സുന്ദര കുട്ടപ്പന്മാരാക്കി കൊണ്ടുവരാം. ഇഞ്ചിയുടെ തോലൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി ഇതാ വട്ടത്തിലരിഞ്ഞ് സുന്ദര കുട്ടപ്പന്മാരാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവന് കൂട്ടായിട്ട് കുറച്ച് പച്ചമുളകും കൂടെ ചേർത്താലോ. ഇതാ 2-3 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇവരെ രണ്ടുപേരെയും കൂടെ നമുക്ക് എണ്ണയിൽ വറുത്ത് കോരാം. ഇഞ്ചി കറിക്കൊക്കെ തനതായിട്ടുള്ള രുചി കിട്ടാൻ വെളിച്ചെണ്ണയാണ് കേട്ടോ നല്ലത്. അതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. ഇഞ്ചിയും പച്ചമുളകും കൂടെ നമുക്ക് എണ്ണയിൽ വറുത്ത് കോരാം. ഇഞ്ചി വറുത്തെടുക്കാനേ ഒരുപാട് വെളിച്ചെണ്ണയുടെ ആവശ്യമൊന്നുമില്ല കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണ മതി. 1/4 കിലോ ഇഞ്ചിക്ക് ഞാൻ ഒരു 50 ഗ്രാമിന് താഴെ നിൽക്കുന്ന അത്ര വെളിച്ചെണ്ണ മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. ആദ്യം കുറച്ച് ഒഴിച്ചു കൊടുത്ത് ഇത് വരണ്ട് വരുമ്പോൾ എണ്ണ തികഞ്ഞില്ലെങ്കിൽ കൂടുതൽ എണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി. കൂടുതൽ ഒഴിച്ച് വേസ്റ്റ് ആക്കേണ്ട കാര്യമില്ല. ഒന്നാതേ വെളിച്ചെണ്ണയ്ക്കൊക്കെ വില കൂടുതൽ. അപ്പോൾ നമ്മൾ എന്തിനാണ് വെറുതെ വേസ്റ്റാക്കി കളയണത്. ഇതാ നമ്മളെ ഇഞ്ചി നിറമൊക്കെ മാറി വന്നിട്ടുണ്ട് കേട്ടാ. കുറച്ചുകൂടെ കഴിയുമ്പോൾ അതൊന്ന് മൂത്ത് കിട്ടും കേട്ടോ. ഇതാ മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് വെളിച്ചെണ്ണയിൽ നിന്ന് കോരി മാറ്റാം. പാവമല്ലേ, വെളിച്ചെണ്ണ കിടന്ന് കരിഞ്ഞു പോകണ്ടെന്ന് കരുതി ഇഞ്ചിയെ കോരി മാറ്റിയപ്പോൾ വീണ്ടും ഇതാ ഇഞ്ചിക്ക് വെളിച്ചെണ്ണയിലിട്ട് പോകാൻ തന്നെ ആഗ്രഹം. എന്തായാലും ഞാൻ ഇതിനെ മൊത്തം ഒന്നും അങ്ങോട്ട് കോരി മാറ്റാൻ തന്നെ തീരുമാനിച്ചു. അല്ലെങ്കിൽ കിടന്ന് കരിഞ്ഞു പോയില്ലേ, നമുക്ക് കറി വയ്ക്കേണ്ടതല്ലേ. ഇഞ്ചി മൊത്തം കോരി മാറ്റിയിട്ടുണ്ട്. ഇതിനെ ചൂടാറുന്ന സമയം കൊണ്ട് നമ്മൾ അടുത്ത വിശിഷ്ട അതിഥിയായ ഈന്തപ്പഴം ഉണ്ടല്ലോ, ഈന്തപ്പഴത്തിനെ കുരുവൊക്കെ കളഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ഇത് കുരു കളഞ്ഞ ഈന്തപ്പഴമാണ് കേട്ടോ എനിക്ക് കിട്ടിയത്. കുരു കളയാത്തയാണെങ്കിൽ കുരുവൊക്കെ കളഞ്ഞതാണ് ഇതുപോലെ കുനുകുനാന്ന് അരിഞ്ഞെടുക്കുക. ഈന്തപ്പഴം ആള് പുലിയാണ് കേട്ടാ. ഇതിൽ അയൺ, പൊട്ടാസ്യം, മഗ്നീഷ്യം, ആന്റി ഓക്സിഡന്റുകൾ ഇതൊക്കെ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് വിളർച്ചയെ തടയാനും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും സഹായിക്കും. 1/4 കിലോ ഇഞ്ചിക്ക് 25 ഈന്തപ്പഴമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. വറുത്തെടുത്ത് ഇഞ്ചി കുട്ടമാറ്റ് ചൂടാറിയൊക്കെ ഇരിപ്പുണ്ട്. ഇനി നമുക്കതിനെ മിക്സിയുടെ ജാർ ഇവരെ കൊണ്ടുപോയി ചെറുതായിട്ടൊന്ന് കറക്കിയെടുത്താൽ മതിയേ. ഒരുപാട് അരഞ്ഞൊന്നും വേണ്ട. ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇവരെല്ലാവരെയും കൂടെ നമുക്ക് കൂട്ടി യോജിപ്പിക്കണ്ടേ. ഇഞ്ചി വറുത്ത എണ്ണ കുറച്ച് ഉപയോഗിച്ചിട്ടുള്ളതുകൊണ്ട് കുറച്ച് മിച്ചം വന്നിട്ടുണ്ടായിരുന്നുള്ളേ. അപ്പോൾ അതിൽ കൂടെ തന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കടുകിട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടി വരുമ്പോൾ 2 വറ്റൽമുളകും കൂടെ ഇട്ട് മൂപ്പിക്കണം. ഇതൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമ്മൾ കറിവേപ്പില സുന്ദരിമാരെയും കൂടെ ഇട്ട് ഒന്ന് മൂപ്പിക്കണം. കറിവേപ്പിലയും കൂടി മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഇനി അടുത്ത് പൊടികളാണ് ഇട്ട് കൊടുക്കാൻ പോണത്. ഇഞ്ചിയിൽ നമ്മൾ പച്ചമുളക് ഇട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് 2 ടേബിൾ സ്പൂണ് മുളക് പൊടി മാത്രമേ എടുത്തിട്ടുള്ളേ. 1 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടിയും എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും കൂടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. കരിഞ്ഞൊന്നും പോവില്ല കേട്ടാ. കരിഞ്ഞു പോയാൽ അതിൻ്റെ ടേസ്റ്റേ പോവും. ചെറുതായിട്ടൊരു പച്ചമണം മാറുന്നത് വരെ വറുത്തെടുക്കണം. അതിനുശേഷം അതിലേക്ക് ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി വെള്ളത്തിലിട്ട് പുഴിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടാ. അതും കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അത് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നേരത്തെ കുനുകുനാന്ന് അരിഞ്ഞു വെച്ചിരിക്കുന്ന പോഷകത്തിന്റെ കലവറയില്ലേ, നമ്മളെ ഈന്തപ്പഴം തന്നെ, അതിനെയും കൂടെ ഇട്ട് കൊടുത്ത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് തിളപ്പിക്കണം. ഇത് തിളച്ചുകൊണ്ടിരിക്കുമ്പോഴേ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കണ്ട കേട്ടാ. പിന്നെ ഉപ്പിടാനും മറക്കണ്ട കേട്ടാ. ഞാൻ 1 ടേബിൾ സ്പൂൺ ഉപ്പാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇതുപോലെ ഇളക്കി യോജിപ്പിക്കണം. ഈന്തപ്പഴം ഈ പുളിച്ചാറിൽ കിടന്ന് നന്നായിട്ട് വെന്ത് യോജിച്ച് വരണം കേട്ടോ. നന്നായിട്ട് തിളച്ച് കുറുകി വന്നിട്ടുണ്ടേ. കറി റെഡിയായി എന്ന് വെച്ചാൽ റെഡിയായില്ല. നമ്മുടെ മെയിൻ കഥാപാത്രമായ ഇഞ്ചി ചേർത്തിട്ടില്ല. നമ്മുടെ മെയിൻ കഥാപാത്രമായ ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കാം. ചാറൊക്കെ ഇതുപോലെ കുറുകി വന്നിട്ടുണ്ട് കേട്ടാ. ഇതിപ്പം കൂട്ടി രുചിക്കാൻ തോന്നും കേട്ടാ. രുചിക്കേണ്ട, നമ്മുടെ മെയിൻ കഥാപാത്രം ഇവിടെ ഇരിക്കുകയില്ലേ. ഇഞ്ചിയും കൂടെ അതിലോട്ട് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. പൊടിച്ച് വെച്ച് ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇനി അതിലേക്ക് 1 ഗ്ലാസ് തിളപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടാ. തിളപ്പിച്ച് ചൂടാറിയതാണ്. അതും കൂടെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് വീണ്ടും തിളപ്പിക്കണം. ഇഞ്ചിക്കറി കൂടെ ഇളക്കി കൊടുക്കാനും മറക്കണ്ട കേട്ടാ. 101 കറികൾക്ക് സമാനമായ കറി എന്നാണല്ലേ നമ്മൾ ഇഞ്ചി കറിയെ പറയണത്. ഉപ്പ്, പുളി, മധുരം, എരിവ് എല്ലാം ഒത്തിണങ്ങി വരുന്ന ഒരു കറിയാണ് ഇഞ്ചി കറി. ഇഞ്ചിക്കാണെങ്കിൽ ദഹനശേഷി വർദ്ധിപ്പിക്കാനുള്ള ഗുണങ്ങളുണ്ട്. ഈന്തപ്പഴത്തിലാണെങ്കിൽ ധാരാളം നാരുകൾ അടങ്ങിയിട്ടുണ്ട്. അത് ഗ്യാസ്, അസിഡിറ്റി പോലുള്ള പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമാണ്. ഇഞ്ചി ഈന്തപ്പഴം കൂടെ ചേരുമ്പോൾ നമ്മുടെ വയറിന് ഏറ്റവും നല്ല ഗുണം ചെയ്യുന്ന ഒരു കറി തന്നെയാണ് കേട്ടാ. ഇഞ്ചി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ടേ. അതിൻ്റെ ഇടയ്ക്ക് എനിക്കൊരു കാര്യം പറയാനുണ്ട് കേട്ടാ. എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണം കേട്ടാ. ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തും കൂടെ കൊടുക്കണേ.
ഇഞ്ചി ഇതാ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ഉപ്പുണ്ടാന്ന് നോക്കിയപ്പോൾ ഉപ്പ് കുറവായിരുന്നു. അതുകൊണ്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണേ. എന്നിട്ട് അത് വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്നും കൂടെ തിളക്കട്ടെ കേട്ടാ. ഒരുപാട് കുറുകി പോണ്ട. ഇത് ഒന്നും കൂടെ ഉപ്പൊക്കെ ചേർന്ന് ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വന്നാൽ മതിയേ. ഇഞ്ചി കറി നന്നായിട്ട് തിളച്ച് പാകമായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും ലൂസായിരിക്കുമ്പോൾ തന്നെ ഗ്യാസ് ഓഫ് ചെയ്യണം. ഇഞ്ചിക്കറി ഈ ഒരു പരുവാകുമ്പോൾ വേണം ഗ്യാസ് ഓഫ് ചെയ്യാൻ. കാരണം ഇരുന്ന് ചൂടാറുമ്പോൾ അത് കറക്റ്റ് പാകമായി കിട്ടും കേട്ടോ. ഈ ഓണത്തിന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ ഇതിൽ ഞാൻ ശർക്കര ചേർത്തിട്ടില്ല. ഈന്തപ്പഴത്തിൻ്റെ മധുരം മാത്രം മതി കേട്ടോ. ശർക്കര ചേർക്കണമെന്ന് താല്പര്യമുള്ളവർക്ക് ചേർക്കാം കേട്ടോ. പക്ഷേ ഇതിൽ ശർക്കര ചേർക്കേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ ഇതിൽ കായവും ചേർക്കേണ്ട കാര്യമില്ല കേട്ടോ. കായം ചേർത്താൽ ഇതിൻ്റെ ടേസ്റ്റ് മാറിപ്പോവും. അതുകൊണ്ട് കായവും ചേർക്കേണ്ട കാര്യമില്ല. ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും എൻ്റെ നന്ദി. ഒപ്പം എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.